ടിപ്പു സുൽത്താനും കേരളവർമ്മ പഴശ്ശിരാജാവും പടനയിച്ച മണ്ണിൽ ഇപ്പോൾ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും വിളയാട്ടം. അത് ഗുണമായി വന്ന് ഭവിക്കുന്നത് UDF-ന് തന്നെ. കാരണം കുടിയേറ്റ വോട്ടർമാരുടെ വികാരമെന്നും പ്രതിപക്ഷത്തിനൊപ്പമാണ്, കോൺഗ്രസിനൊപ്പമാണ്. ദേശീയ തലത്തിൽ ഇപ്പോൾ വയനാടിന്റെ മേൽവിലാസം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമെന്ന നിലയിലാണ്. 2019 അപ്രതീക്ഷിതമായിട്ടാണ് ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത്. 3-4 തവണ മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തിയത്. ഹൈക്കമാൻഡിന്റെ അഭിമാന മണ്ഡലത്തിന്റെ പ്രചാരണം KPCC നേരിട്ട് ഏറ്റെടുത്തു. അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 4,31,770 വോട്ടിന്റെ ലീഡ്. LDF-ൽ നിന്ന് CPI നേതാവ് PP സുനീറും BDJS-ൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയുമായിരുന്നു മത്സര രംഗത്തെ മറ്റുള്ളവർ. വയനാട്ടിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട്ടെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ സീറ്റ്. UDF-ന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം. രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു പേര് ഇത്തവണയും കോൺഗ്രസിന്റെ പരിഗണനയിലില്ല. ഇനി രാഹുൽ വയനാട്ടിലേക്കില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്ന് ചിന്തിക്കും കോൺഗ്രസ്. ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിയായ CPI-യുമായാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ടത്. വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് രാഹുലിനോട് CPI ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിനായി സർവേ നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നിട്ടുമില്ല. രാഹുലിനെ മുന്നിൽ കണ്ടാണ് CPI പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയും CPI ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കണ്ണൂരുകാരി ആനി രാജയെ വയനാട്ടിലിറക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സത്യൻ മൊകേരി, PP സുനീർ എന്നിവരുടെയൊക്കെ പേരുകൾ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നെങ്കിലും അതിനുശേഷമാണ് പാർട്ടി ദേശീയ കൌൺസിൽ യോഗത്തിൽ ആനി രാജയുടെ പേര് വയനാട്ടിലേക്ക് ഉയർന്നു വന്നത്. തിരക്ക് കാരണം വയനാട്ടുകാർക്ക് തങ്ങളുടെ MP-യെ അധികമൊന്നും അടുത്തു കാണാൻ കിട്ടിയിട്ടില്ല എന്നൊരു പരാതിയുമുണ്ട്. ഇടക്കാലത്ത് അയോഗ്യനാക്കപ്പെട്ടതിനാൽ വയനാട് മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുമില്ല. അപകീർത്തി കേസിൽ 2023 മാർച്ച് 23-നാണ് ഗുജറാത്തിലെ സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി. 2023 ഓഗസ്റ്റ് 4-ന് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് രാഹുലിന് വീണ്ടും പാർലമെന്റ് അംഗത്വം തിരിച്ചു കിട്ടിയത്. 6 മാസക്കാലം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള തിരക്കുകൾ കാരണം രാഹുൽ വയനാട് മണ്ഡലത്തെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. BDJS-ൽ നിന്ന് ഇക്കുറി ഏറ്റെടുത്ത മണ്ഡലത്തിൽ രാഹുലിനെതിരെ പോരാളിയെ തപ്പി നടക്കുന്ന BJP PK കൃഷ്ണദാസ്, ശോഭ സുരേന്ദ്രൻ, MT രമേശ് എന്നിവർ മുതൽ മുൻ കേന്ദ്രമന്ത്രിയും BJP കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവേദ്കറുടെ പേര് വരെ പരിഗണിക്കുന്നുണ്ടത്രേ. രാഹുലിനെതിരെ മത്സരിച്ച് തോറ്റാലും അവർക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പ്. എന്നാൽ ഇത്തവണ വയനാട് അങ്ങ് എടുക്കാൻ കഴിവുള്ള ഒരു മുഖമായിരിക്കും വയനാട്ടിൽ BJP അവതരിപ്പിക്കുകയെന്നും ശ്രുതിയുണ്ട്. എങ്കിലും വയനാട്ടിലും ഇക്കുറിയും പോരുമുറുകി തന്നെ നിൽക്കുമെന്നതിൽ സംശയമില്ല.